നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതിരിക്കട്ടെ, ഫുഡ് കഴിച്ചോ? ഫുഡും കൂടെ കഴിച്ചിട്ട് പോരാന്ന് കരുതിയല്ലേ ഞാൻ അങ്ങോട്ട് ഓടി വന്നത്. അപ്പോ നീ എന്നെ ഓടിച്ചു വിട്ടില്ലേ? ഇങ്ങനെയാണോ ഒരു ഭാര്യ ചെയ്യേണ്ടത്? ഞാനേ ഭാര്യ മാത്രമല്ല, ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാ. അത് ഓർക്കണം. ഓ, കുഞ്ഞിന്റെ അമ്മയാണോ? ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതെ, ഫുഡ് തരാതെ വേഗം വിട്ടതില് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞിന്റെ ഉറക്കം ശല്യപ്പെടുത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇനി മുതല് തന്റെ പെർമിഷൻ ചോദിച്ചിട്ടേ ഞാൻ ആ മുറിക്കകത്തേക്ക് വരൂ. വെരി ഗുഡ്. ബൈ ദ ബൈ, ആ ഫയൽ ഇന്ന് കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയോ? ഓ, അതെല്ലാം കറക്റ്റ് ആയിട്ട് നടന്നു. എന്താ അങ്ങനെ ചോദിച്ചേ? ഭർത്താവിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഏത് ഭാര്യയും അങ്ങനെ ചോദിച്ചിരിക്കണം. എന്റെ മീനാക്ഷിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ പോലെ ഫ്രണ്ട്ലി ആയ ഒരു വൈഫ് ഉണ്ടെങ്കിൽ മതി മതി മതി, കൊഞ്ചി കഴിഞ്ഞുള്ള റൊമാൻസ് ഒന്നും വേണ്ട. അതൊരു ഓഫീസാ. ശമ്പളം നൽകുന്ന ഗവൺമെന്റിനോട് നീതി കാണിക്കണം. യെസ് മാഡം. സ്നേഹമുള്ള ഭർത്താവാണെങ്കിലേ നേരത്തെ വീട്ടിൽ വരണം. ഓക്കെ? ഓക്കെ മാഡം. അയ്യോ അമ്മേ, അയ്യോ. അമ്മേ, മുത്തശ്ശി, അമ്മേ, അമ്മേ ഒന്നിങ്ങി വന്നേ. എന്താ മീനാക്ഷി, എന്തു പറ്റി? എന്താ പറ്റിയത്? കുഞ്ഞ് ഛർദിച്ചു. ഓ, ഇതാണോ? എന്റെ മോളെ, കുഞ്ഞുങ്ങളായ പാൽ അധികം കുടിക്കും, അധികം ഉള്ളത് ഛർദിക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല മുത്തശ്ശി, ഇത് തുടരെ തുടരെ പല പ്രാവശ്യം ഛർദിച്ചു. ഇപ്പോഴും നോക്കട്ടെ. മോള് പേടിക്കൊന്നും വേണ്ട. കുഞ്ഞു പാലല്ലാതെ വേറൊന്നും കുടിക്കുന്നില്ലല്ലോ. ഗ്യാസ് കയറി ഛർദിക്കും, അത് സാരമുള്ളതല്ല. എന്നാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം. പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ കമിഴ്ത്തി കെട്ടി പുറം ഒന്ന് തലോടണം. അങ്ങനെ ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം. അതിന് ഇവിടെ ഇപ്പൊ ആരുണ്ട്? ജഗദീഷ് ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ രാമേട്ടനുണ്ടല്ലോ. എന്നാ രാമഭദ്രനോട് കാർ ഇറക്കാൻ പറയാം. ACP ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാം. രാമഭദ്ര ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.